നമസ്കാരം. ഞാൻ സാബു സ്റ്റീഫൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുകയും അനുകൂലമായും നിരവധി വിധികൾ സമ്പാദിച്ചിട്ടുണ്ട്. തെരുവുനായ വിഷയം എന്ന് പറയുന്നത് 2009 മുതൽ സുപ്രീം കോടതിയിൽ കേസ് നിലവിലുള്ളതാണ്. ഞാനതിൽ 2015 സ്വന്തം നിലയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ മാറ്റർ നിരവധിയായിട്ടുള്ള കേസുകൾ ഉൾപ്പെടെ 2024 യാതൊരു ഡയറക്ഷനും ഇല്ലാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ആ കേസുകളെല്ലാം ഡിസ്പോസ് ചെയ്തു. എന്നാൽ 2025 സുപ്രീം കോടതിയിലെ മറ്റൊരു ബെഞ്ച് സ്വമേധയാ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും തെരുവുനായ വിഷയം രജിസ്റ്റർ ചെയ്യുകയും അതും മുതലാണ് 2025-26 കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന നിലയിൽ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന രീതിയിൽ, ജനങ്ങളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ തെരുവ് നായ ശല്യത്തിന് ഒരു സ്ഥിര പരിഹാരം എന്നുള്ള നിലയിലുള്ള ഒരു ഉത്തരവ് വന്നത്. ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷയോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇതിൻ്റെ ഈ പരിഹാരത്തിൻ്റെ ഒന്നാം ഘട്ടം മാത്രമാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളിലും ലോക്കൽ ബോഡികളിലുമാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഒരു ഡയറക്ഷനോ ഓർഡറോ കൊണ്ട് മാത്രം നടത്തുന്നില്ല. പകരം അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾ ലോക്കൽ ബോഡീസ് നിറവേറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്രകാരം ഇന്ത്യയിലെ എല്ലാ ഹൈക്കോടതികളിലും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള കേസുണ്ടാകും. അതിൽ മോണിറ്ററിംഗ് സമയാസമയങ്ങളിൽ നടത്തും. സ്റ്റേറ്റ് ഗവൺമെൻറ് സമയാസമയങ്ങളിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സൈഡിലും സുപ്രീം കോടതി ഇടപെട്ടു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇത് അപൂർവമായിട്ടുള്ള ഒരു കേസാണ്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് യാതൊരു ഡയറക്ഷനോ ഓർഡറോ ഇല്ലാതെ വിധി പറയുകയും എന്നാൽ മറ്റൊരു ബെഞ്ച് അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ കേസെടുത്ത് വീണ്ടും പ്രത്യേക കേസ് നടത്തുകയും ആ കേസിൽ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത മറ്റൊരു ജഡ്ജ്മെൻറ്റ് 2024 വരുന്നു. 2026 വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശ്വാസവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഉത്തരവുണ്ടായി എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് നമുക്ക് ഏറെ ബഹുമാനവും ആദരവും തോന്നുന്ന നിമിഷങ്ങളാണ്. ഈ വിഷയത്തിൽ 2015 മുതൽ ഇടപെടുന്നു. 2013 മുതൽ ഈ വിഷയം നല്ല രീതിയിൽ ഇൻഡെപ്തായിട്ട് സ്റ്റഡി ചെയ്ത് എന്താണ് ഈ തെരുവുനായ ശല്യം അല്ലെങ്കിൽ വിഷയം, അത് ഇന്ത്യയിൽ എങ്ങനെയാണ്, ഇത് സമാന സാഹചര്യങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങളുണ്ടോ തുടങ്ങിയ വിഷയങ്ങളെല്ലാം പഠിച്ച് ഇന്ത്യയിലുള്ള 62 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് നടത്തിയിട്ടുള്ളത്. അതിൽ കേരളത്തിലുള്ള പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് ഉണ്ട്, കൂടാതെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ABC ഫ്രെയിം ചെയ്തത് എന്നാണ് പറയുന്നത്. നമ്മുടെ സ്ട്രീറ്റുകളിൽ നമ്മൾ അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്കൂൾ വിടുന്ന സമയങ്ങളിൽ, ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സമയത്ത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. എന്തുമാത്രം പേരാണ് പട്ടിയുടെ ഭീഷണി മൂലം വഴിമാറിയും അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും സഹായത്തോടു കൂടി യാത്ര ചെയ്യുന്നത്, നടന്നു വരേണ്ട ചെറിയൊരു ദൂരം ഓട്ടോ പിടിച്ച് യാത്ര ചെയ്യുന്നത്, ഇങ്ങനെ പൊതുസമൂഹത്തിന് നിരന്തരം ദുരന്തമുണ്ടാക്കിയ ഈ ഒരു ചട്ടമാണ്. അതിൻ്റെ പിന്നിൽ തെരുവുനായ്ക്കൾ ഉണ്ടായിരിക്കുക സ്ട്രീറ്റിൽ, അതിൻ്റെ ഭീഷണി നിലനിൽക്കുക. സംസ്ഥാന സർക്കാരുകളും ലോക്കൽ ബോഡീസും എല്ലാം അതിനു വേണ്ടിയുള്ള മരുന്നുകൾ ശേഖരിക്കുന്നു, വിപണനം ചെയ്യുന്നു. ഈ ആൻറ്റി റാബീസ് വാക്സിൻ മാഫിയകൾക്ക് വൻ കോടികൾ ലാഭമുണ്ടാകുന്നു, ബിസിനസ് ഉണ്ടാകുന്നു. ഇതിനൊരു അറുതിയാണ് ഇപ്പോഴുള്ള നിയമം മൂലം വരുന്നത്. ഇത് സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം വരുന്നത്. ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റും എന്തുമാത്രം ഊർജ്ജമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. പട്ടിപ്രേമികളും ഇത്തരത്തിലുള്ള സംഘടനകളും എല്ലാം വീണ്ടും ഇതിന് അപ്പീലിന് പോകും. എന്നാൽ പോലും ഇപ്പോഴുള്ള നിയമം എന്ന് പറയുന്നത്, ഉത്തരവെന്ന് പറയുന്നത് സുപ്രീം കോടതി പെട്ടെന്ന് മാറ്റാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു ലോങ് ടൈം പ്ലാനോട് കൂടിയ ഒരു ഉത്തരവാണ്. ഇത് ഏറെ ആശ്വാസകരമാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാണാം. എന്തായാലും ജനങ്ങളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതാണ്. പട്ടിശല്യത്തിന് സ്ഥിര പരിഹാരമാകുന്ന സ്റ്റെപ്പുകളാണ് വന്നിട്ടുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു വർഷത്തിനകം തന്നെ മിക്കവാറും കേരളം എന്ന് പറയുന്നത് ഒരു സ്ട്രേ ഡോഗ് ഫ്രീ സ്റ്റേറ്റായിട്ട് മാറും. ഇനി അടുത്തൊരു മത്സരം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ എന്തുമാത്രം ഉത്സാഹിക്കുന്നു എന്നുള്ളതാണ്. സ്ട്രേ ഡോഗ് ഫ്രീ സ്റ്റേറ്റ് ആക്കാനായിട്ട് അതെത്രയും നേരത്തെ ഇതിനെല്ലാം പിടിച്ച് കൂട്ടിലടച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയും തെരുവിൽ ഇതില്ലാതിരിക്കുക അവസ്ഥ ചെയ്യുന്ന അവസ്ഥ, ആ നിമിഷങ്ങൾക്കാണ് ഇനി എന്നെ പോലെയുള്ള മനുഷ്യസ്നേഹികൾ കാത്തിരിക്കുന്നത്. ഈ വിധിയുടെ ഓപ്പറേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എപ്രകാരം തെരുവുനായ വിഷയത്തിൽ ഇടപെടാം എന്നുള്ളതാണ്. ചുമതലകളെല്ലാം എല്ലാ സർക്കാർ ഓഫീസുകൾക്കുമുണ്ട്. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അതിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്നും പരിമിതപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ചുമതലയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റൊരു വിദ്യാലയം, ഈ കോമ്പൗണ്ടിൽ പട്ടിശല്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉള്ളതുപോലെ സമാനമായ രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഒരു നോഡൽ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ആ നോഡൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർ ലോക്കൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. പട്ടിപിടുത്തവും അതിനെ ഷെൽട്ടറിനാക്കുന്നതും സംസ്ഥാനത്തിൻ്റെ ചുമതലയും പ്രത്യേകിച്ച് ലോക്കൽ ബോഡിയുടെ ചുമതലയാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയുടെ ചുമതലയാണ്. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ ഒരു വിദ്യാലയമുണ്ട്. ആ വിദ്യാലയത്തിൽ പട്ടിശല്യമുണ്ട്. അപ്പോൾ ആ വിദ്യാലയത്തിൽ ഒരു നോഡൽ ഓഫീസർ ഉണ്ടായിരിക്കണം. ആ നോഡൽ ഓഫീസർ അവിടെയുള്ള പട്ടിശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ലോക്കൽ ബോഡിയിൽ അറിയിച്ച് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ഈ നോഡൽ ഓഫീസറുമായിട്ട് എന്തെങ്കിലും ഒരു വിദ്യാലയത്തിലുള്ള അല്ലെങ്കിൽ ഒരു കോളേജിലുള്ള അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയവയിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അവിടെയുള്ള നോഡൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെടാം. ഇവിടെ പട്ടിശല്യമുണ്ട്, അതിനെ പിടിച്ചു മാറ്റിയിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു അവകാശം 2025 നവംബറിലെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് മെയ് 19 നടന്ന ഉത്തരവ്. അപ്പോൾ ഈ ഉത്തരവെന്ന് പറയുന്ന ഇപ്പോഴുള്ള ഉത്തരവെന്ന് പറയുന്ന നവംബറിലെ 2025 നവംബറിലെ ഓർഡറിൻ്റെ തുടർച്ചയാണ്, കണക്ട് ചെയ്തതാണ്, കൂടാതെ വീണ്ടും തുടരുന്നതാണ്. അപ്പോൾ നമ്മുടെ നോഡൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കാം, അവിടെ ശല്യമുണ്ടെന്ന് പറയാം. ഈ നോഡൽ ഓഫീസറുടെ ചുമതലയാണ് ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് പരിസരത്ത് പട്ടിശല്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കി പരിശോധിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. പരാതി സ്വീകരിച്ചല്ല, സ്വയം കണ്ട് ബോധ്യപ്പെട്ട് അതിനെ പരിഹരിക്കുക എന്നതിന് വേണ്ടിയാണ് നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് നോഡൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെടാം. അതേസമയം തന്നെ പൊതുജനങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിലുള്ള ലോക്കൽ ബോഡിയുമായിട്ടും ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട്. പേപ്പട്ടി ജനങ്ങളുടെ ലൈഫിന് ഭീഷണിയാണെങ്കിൽ അതിനെ പിടിച്ച് ABC ചെയ്യണമെന്നല്ല, പേപ്പട്ടിയെ കൊല്ലാമെന്ന് തന്നെയാണ് വ്യക്തമായിട്ട് ഈ വിധിയിൽ പറയുന്നത്.